सदाशिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्परा. ഹര മഹാദേവ്. നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഇപ്പോഴും നമ്മുടെ ഭാരതത്തിൽ നടക്കുന്ന വളരെ മഹത്തരമായ ഒരു ഇതിനെക്കുറിച്ചാണ്. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, പ്രയാഗയിൽ നടക്കുന്ന മഹാകുംഭമേളയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും എല്ലാം തന്നെ മഹാകുംഭമേളയാണ് വാർത്ത പ്രാധാന്യം പിടിച്ചിരിക്കുന്നത്. ലോകം മൊത്തം ഭാരതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുംഭമേളയുടെ ഭാഗമാകുവാനായിട്ട്. അപ്പം നമുക്ക് എന്താണ് കുംഭമേള എല്ലാവർക്കും അറിയാം, എന്നാലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കുറച്ചിങ്ങനെ വായിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ അറിയാത്ത ആളുകൾ കാണും, അവർക്കത് ഉപയോഗപ്രദമായിക്കോട്ടെ എന്ന് പറഞ്ഞതും വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. കുംഭമേള എന്നാൽ ഭാരതത്തിൽ മാത്രം ആചരിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയ ഒരു ആചാരം ആണ്. അതിൽ ചരിത്ര ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ചരിത്രകാലത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ ആ ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രേറ്റ് ബാത്ത് എന്നാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത് ഇതിനെ പറ്റിയിട്ട്. അതായത് ഗ്രേറ്റ് ബാത്ത് ഒരു വലിയ സ്നാനഘട്ടമുണ്ടെന്നും അതിൽ ആളുകൾ സ്നാനം ചെയ്യുന്നെന്നും അതിനുശേഷം വരുന്ന അശുദ്ധമായ ജലം പോകാൻ ഒരു കനാൽ സിസ്റ്റം ഉണ്ടെന്നും വീണ്ടും ശുദ്ധീകരിച്ച ശുദ്ധമായ ജലത്തിന് വേണ്ടി ഒരു കനാൽ സിസ്റ്റം ഉണ്ടെന്നും എന്നൊക്കെയാണ് ഈ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കുംഭമേളയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ നമ്മുടെ ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുയാങ് സാൻ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ ഗംഗയുടെ തീരത്ത് ജനങ്ങൾ ഇങ്ങനെ 5 ലക്ഷത്തിൽ പരം ജനങ്ങൾ കുളിക്കുന്നതായും അങ്ങനെ ഒരു ആചാരം ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭാരതത്തിലെ ഹൈന്ദവ ധർമ്മത്തിൽ, അതായത് ഹിന്ദു മതത്തിൻ്റെ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ പുരാണ കാലഘട്ടത്തിലാണ് ഈ കുംഭമേള എന്നൊരു നാമം ഇതിന് ലഭിച്ചത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഹാരപ്പൻ സിവിലൈസേഷൻ്റെയൊക്കെ സമയത്ത് ഗ്രേറ്റ് ബാത്ത് അങ്ങനെയായിരുന്നു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കുംഭമേളയെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ പുരാണ ഇതിന് പരമായി പറയുകയാണെന്നുള്ളത്, അതായത് BC 2-ാം നൂറ്റാണ്ടിനും AD 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ, അതായത് വായു പുരാണം മുതൽ ഭാഗവത പുരാണം വരെയുള്ള ആ കാലഘട്ടത്തിലാണ് ഈ മഹനീയമായ ആചാരത്തിന് കുംഭമേള എന്ന നാമം ലഭിക്കുന്നത്. കുംഭമേളയുമായി ബന്ധപ്പെട്ട് പുരാണ കഥകളൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാനത് വളരെ ലളിതമായിട്ട് പറയാം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തി. എന്തിനാണെന്ന് അറിയാമല്ലോ, ദേവന്മാർക്ക് ശാപമോചനം ലഭിക്കുന്നതിനായി അമൃത് കഴിച്ചാൽ ജരാനരകൾ മാറിക്കിട്ടും, അതായത് ശാപത്തിൽ നിന്ന് മുക്തരാകുമെന്ന് അറിഞ്ഞ് ദേവന്മാര് അസുരന്മാരെയും കൂട്ടുപിടിച്ചിട്ട് പാലാഴി മഥനം നടത്തുകയും മന്ദരപർവ്വതത്തിനെയും വാസുകി എന്ന സർപ്പത്തിനെയും ഉപയോഗിച്ച് പാലാഴി മഥനം നടത്തിയപ്പോൾ അറിയാമല്ലോ ധാരാളം വസ്തുക്കൾ പൊങ്ങി വന്നു. കൽപ്പവൃക്ഷം, കാമധേനു, ലക്ഷ്മി ദേവി, അതേപോലെ തന്നെ കാളകൂട വിഷം അറിയാമല്ലോ. അത് പാനം ചെയ്തിട്ടാണ് സാക്ഷാൽ മഹാദേവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ധന്വന്തരി മൂർത്തി, സാക്ഷാൽ ധന്വന്തരി മൂർത്തി തന്നെ ഈ അമൃത കുംഭവുമായി ഉയർന്നു വരികയും ഈ അമൃത കുംഭം അസുരന്മാരുടെ കയ്യിൽ ലഭിച്ചാൽ അതിന് അറിയാമല്ലോ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അസുരന്മാരുടെ കയ്യിൽ ലഭിച്ചാൽ ഇത് ലോകത്തിന് തന്നെ ആപത്താണെന്ന് കരുതി നമ്മുടെ ഗരുഡ ഭഗവാൻ ഈ അമൃത കുംഭവുമായി പറന്നു പോവുകയും ഈ കുംഭവുമായി 4 സ്നാനഘട്ടങ്ങളിൽ വിശ്രമിച്ചും എന്നാണ് ഒരു കഥ പറയുന്നത്. ആ തീർത്ഥഘട്ടങ്ങളിൽ വിശ്രമിച്ചു. അവിടേക്ക് അസുരന്മാർക്ക് പ്രവേശനമില്ല, അസുരന്മാരുടെ ആക്രമണം ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചാണ് ഈ സ്നാനഘട്ടങ്ങളിൽ അമൃത കുംഭവുമായിട്ട് ഗരുഡ ഭഗവാൻ വിശ്രമിച്ചത്.
ഈ വിശ്രമിച്ച സമയത്ത് ഈ അമൃത കുംഭത്തിൽ നിന്നും, അതായത് അതിൽ പറ്റിപ്പിടിച്ചിരുന്ന അമൃത കണങ്ങൾ ഈ നദികളിൽ കലർന്നു വന്നു. അങ്ങനെ അമൃതിന്റെ സാന്നിധ്യം ഈ നദികളിൽ ഉണ്ടായെന്നുമാണ് വിശ്വസിക്കുന്നത്. അതായത് ഇത് 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, തീർത്ഥഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നാസിക്, മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ഉജ്ജയിൻ, നമ്മളുടെ ഹരിദ്വാർ, ഇപ്പം നേരത്തെ ഉത്തർപ്രദേശായിരുന്നു, ഇപ്പം അത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, പിന്നെ നമ്മുടെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ്. ഈ 4 സ്ഥലമാണ് 4 തീർത്ഥഘട്ടങ്ങൾ അമൃത കുംഭത്തിൽ നിന്നും അമൃത് കലർന്നത് എന്നാണ് വിശ്വസിച്ചു പോരുന്നത്. അതായത് ദേവന്മാരുടെ അസുരന്മാരുടെ യുദ്ധം 12 ദിവസം നീണ്ടു നിന്നെന്നും ദേവലോകത്തെ ഒരു ദിവസം നമ്മളുടെ ഒരു വർഷമാണെന്നാണ് കണക്കാക്കുന്നത്. അതായത് 12 ദിവസം ഈ യുദ്ധം നീണ്ടു നിന്നെന്നുമാണെന്ന് പറയപ്പെടുന്നത്. അതിനാൽ 12 വർഷം കഴിയുന്തോറും 12 വർഷം കഴിയുമ്പോൾ ഈ നദിയിൽ വീണ്ടും ഈ അമൃതിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ആ സമയത്ത് ദേവന്മാരും സപ്തർഷികളും മറ്റ് ഗന്ധർവന്മാരും ഇങ്ങനെയുള്ള എല്ലാവരുടെയും സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാവുമെന്നും, അതിനാൽ ഈ സമയത്ത് ഇതിൽ സ്നാനം ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ മഹനീയമാണെന്നുമാണ് കരുതപ്പെടുന്നത്. അങ്ങനെയാണ് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുന്നത്. കുംഭമേള അർദ്ധ കുംഭമേളയായിട്ടും പൂർണ്ണ കുംഭമായിട്ടും ഇപ്പം നടക്കുന്ന മഹാകുംഭമേളയായിട്ടുമാണ് നടത്തപ്പെടാറുള്ളത്. 6 വർഷം കൂടുമ്പോൾ വരുന്നതാണ് അർദ്ധകുംഭം. 12 വർഷം കൂടി നടത്തപ്പെടുന്ന കുംഭമേളയ്ക്കാണ് പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത്. അതേപോലെ 12 പൂർണ്ണ കുംഭങ്ങൾ ചേർന്ന് വരുന്നതാണ് മഹാകുംഭമേള. അതായത് ഒരു പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത് 12 വർഷം. അങ്ങനെ 12 പൂർണ്ണ കുംഭമാകുമ്പോൾ എത്രയാവും? 12 × 12 144 വർഷത്തിന് ശേഷം വരുന്നതാണ് മഹാകുംഭമേള എന്ന് പറയുന്നത്. ഇപ്പം പ്രയാഗ്രാജിൽ നടക്കുന്നത് മഹാകുംഭമേള ആണ്. ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രം ദർശിക്കാനും നമുക്ക് അനുഷ്ഠിക്കാനും പറ്റുന്ന ആണ് മഹാകുംഭമേള എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ഈ കുംഭമേളയുടെ ദിവസം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ജനുവരിയിലാണോ ഫെബ്രുവരിയിലാണോ നമുക്കറിയില്ല. എങ്ങനെയാണ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് അറിയില്ല, എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അറിയില്ല. അപ്പം അതിനുവേണ്ടി ഞാൻ പറയുകയാണ്. കുംഭമേളയുടെ ദിവസം നിശ്ചയിക്കുന്നത്, എന്ന് തുടങ്ങണം, എന്ന് വരെ വേണം എന്ന് ഉള്ളത് നിശ്ചയിക്കുന്നത് ജ്യോതിഷ പണ്ഡിതന്മാരും മറ്റ് മത പുരോഹിതന്മാരും ചേർന്നിട്ടാണ്. കുംഭമേള നടക്കുന്ന മറ്റ് സ്ഥലങ്ങളെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഹരിദ്വാറിലെ ഗംഗയുടെ തീരത്താണ്, ഉജ്ജയിനിലെ ക്ഷിപ്ര നദിയുടെ തീരത്തും, നാസിക്കില് ഗോദാവരിയിലും, പിന്നെ നമ്മുടെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ. അറിയാമല്ലോ, പ്രയാഗ്രാജ് എന്ന് വെച്ചാൽ തീർത്ഥരാജ് എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗയുടെ പുണ്യനദിയായ ഗംഗാ നദിയും യമുനാ നദിയും സരസ്വതി നദിയും സംഗമിക്കുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം. പ്രയാഗ്രാജിന് തീർത്ഥരാജ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രയാഗിൽ നടക്കുന്ന കുംഭമേളയ്ക്ക് അത്രയേറെ പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പ്രയാഗ്രാജിന്റെ നേരത്തെ പേര് അലഹബാദ് എന്നായിരുന്നു. ഇപ്പോൾ അത് പ്രയാഗ്രാജ് എന്ന് പുനർനാമം നൽകിയിരിക്കുന്നു. പ്രയാഗിലെ തീർത്ഥരാജിലാണ് മഹാകുംഭമേള നടക്കുന്നത്. ഹരിദ്വാറിലും ഗംഗയുടെ തീരത്താണ്, പ്രയാഗിലും ഗംഗയുണ്ട്, നാസിക്കില് ഗോദാവരിയും ഉജ്ജയിനിൽ ക്ഷിപ്ര നദിയിലുമാണ് കുംഭമേള നടക്കുന്നത്. കുംഭമേളയിൽ പ്രധാനം എന്നായ ചടങ്ങെന്ന് വെച്ചാൽ സ്നാനമാണ്. സ്നാനം ഓരോ അഖാഡകളാണ് ഇതിൻ്റെ നേതൃസ്ഥാനീയർ, സന്യാസി സമൂഹങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അവിടെ പോയി സ്നാനം നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പരമ പവിത്രമായ ചടങ്ങ്. അതിന് ഓരോ ദിവസങ്ങളുണ്ട്. വസന്ത പഞ്ചമി ദിവസം, അതുപോലെ ശിവരാത്രി ദിവസം, അങ്ങനെ ഓരോ ദിവസങ്ങളുണ്ട്. സ്നാനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ ദിവസങ്ങൾ, ആ പ്രത്യേക ദിവസം
ജനങ്ങൾക്കാണ് ജോലി നൽകിയിരിക്കുന്നത്. ടാക്സി ഡ്രൈവേഴ്സ്, പൂ വിൽക്കുന്നത്, മറ്റ് ഹോട്ടലിൽ പണിയെടുക്കുന്ന വ്യക്തികൾ, അങ്ങനെയായിട്ട് 45,000 പേർക്കാണ് ജോലി നൽകിയിരിക്കുന്നത് ഈ കുംഭമേളയുടെ ഭാഗമായിട്ട്. അതായത് ഇവർ 7,000 കോടി രൂപ ചെലവഴിച്ചിട്ട് നികുതി വരുമാനത്തിൽ തന്നെ 50,000 കോടിയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് പ്രതീക്ഷിക്കുന്നത് വെറുതെ അല്ല, അവർ എല്ലാ ഫെസിലിറ്റീസും അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അവർ ഇത്രയും വരുമാനം പ്രതീക്ഷിക്കുന്നത്. 13,000 ട്രെയിൻ സർവീസും മറ്റ് അനുബന്ധ സർവീസുകളും എല്ലാം തന്നെ അവർ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത്രയും ജനങ്ങൾ സ്നാനം ചെയ്യുന്ന ഈ പുണ്യ നദിയിൽ മലിനമാകാനുള്ള എല്ലാ ഇതുമുണ്ട്. എന്നാൽ നമ്മളുടെ ഇന്ത്യയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ മുംബൈയും ഇന്ദിരാഗാന്ധി അറ്റോമിക് റിസർച്ച് കൽപ്പാക്കും ഈ 2 അറ്റോമിക് എനർജിയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഒരു ന്യൂക്ലിയർ ടെക്നോളജി വഴിയാണ് അവിടുത്തെ മലിനമായ ജലത്തിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്തുന്നത്. നേരത്തെ കുംഭമേള നടക്കുന്ന സമയത്ത് കോളറ മുതലായ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ മഹാകുംഭമേളയിൽ ഇത്രയും ജനങ്ങൾ വന്നിട്ടും അവിടെ അങ്ങനെ ഒരു തരത്തിലുമുള്ള രോഗവാഹികളായ ബാക്ടീരിയകളുടെ ഒന്നും സാന്നിധ്യം അവിടെ ഇല്ല. കാരണം ഈ റീസൺ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് അവിടുത്തെ വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദമായിട്ടാണ് അവിടെ പ്ലാസ്റ്റിക്കും മറ്റും ഒന്നും തന്നെ അവിടെ ഇല്ല. ഇത്രയും ജനങ്ങൾ വരുന്നിടത്ത് അതെല്ലാം പ്രോപ്പറായിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു സാഹചര്യം ഞാൻ ഇത് പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. 2013 നടന്ന പൂർണ്ണ കുംഭമേളയിൽ മൗറീഷ്യസ് പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് എത്തുകയും ഈ പൂർണ്ണ കുംഭമേളയിൽ സ്നാനത്തിനായി ഗംഗയിലേക്ക് വരികയും മാലിന്യമായ ഗംഗ കണ്ടിട്ട് അദ്ദേഹത്തിന് സ്നാനം ചെയ്യാൻ പറ്റാതെ അദ്ദേഹം തിരിച്ചു പോവുകയുണ്ടായി. എന്നാൽ ഇതിന് പ്രായശ്ചിത്തമായിട്ട് 2019 ഇദ്ദേഹത്തിനെ വീണ്ടും ക്ഷണിക്കുകയും അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം നമ്മുടെ റിക്വസ്റ്റ് സ്വീകരിച്ച് നമ്മുടെ ഭാരതത്തിലേക്ക് വരികയും കുംഭമേളയുടെ ഭാഗമാവുകയും ചെയ്തു. ഇപ്പോഴത്തെ ഗംഗ എന്ന് വെച്ചാൽ ഒരു മാലിന്യവും ഇല്ലാതെയാണ് ഇപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്നതും അതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ ഭരണാധികാരികൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കുംഭമേളയിൽ ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ്, ആദരണീയനായ പ്രധാനമന്ത്രി, അതേപോലെ ആപ്പിൾ സിഇഒയുടെ ഭാര്യ വിദേശിയായ കമല വെള്ളത്തിലെത്തുകയും കുംഭമേളയിൽ ഭാഗമാവുകയും കമല എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. അതുപോലെ കുംഭമേള എവിടെ നടക്കണം എന്നുള്ളതും വ്യാഴത്തിൻ്റെ രാശി അനുസരിച്ചാണ് വിഷ്ണു പുരാണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നീ ഓരോ രാശി മാറ്റവും അതിന് മെയിൻ വ്യാഴത്തിൻ്റെ രാശി അനുസരിച്ചാണ് എവിടെ പ്രയാഗിൽ നടക്കണോ, നാസിക്കിൽ നടത്തണോ, ഉജ്ജയിനിലാണോ, ഹരിദ്വാറിലാണോ എന്ന് ഉള്ളത് വ്യക്തമായിട്ടും വിഷ്ണു പുരാണത്തിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ കുംഭമേള ഫെബ്രുവരി 26 മഹാശിവരാത്രിയോടെ അതിൻ്റെ പരിസമാപ്തി കുറിക്കുകയാണ്. പോകാൻ പറ്റുന്നവർ എങ്ങനെയായാലും അതിൽ പങ്കെടുക്കുക. കാരണം 144 വർഷം ഒരു മനുഷ്യായുസിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. അതിന് ആ പുണ്യത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ മഹാപുണ്യമാണ്. വിഷമിക്കേണ്ട, പോകാൻ പറ്റാത്തവർ അർത്ഥകുംഭമേളകളും പൂർണ്ണകുംഭങ്ങളും വരുന്നത് 6 വർഷം കൂടുമ്പോൾ അർത്ഥ കുംഭങ്ങളും 12 വർഷം കഴിയുമ്പോഴും പൂർണ്ണകുംഭങ്ങളും വരുന്നുണ്ട്. അഖാഡകളാണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. നാഗാ സന്യാസിമാർ നമുക്കറിയാമല്ലോ, അവർ ശരീരം മുഴുവൻ ഭസ്മം പൂശിയാണ് നടക്കുന്നത്. അവർ ചുടല ഭസ്മമാണ് ധരിക്കുന്നത്. ശൈവ ആരാധനയാണ് അവർ നടത്തുന്നത്. മഹാദേവന് ചുടല ഭസ്മമാണ്, സംഹാരമൂർത്തിയാണ് മഹാദേവൻ. അതുകൊണ്ട് ആ ചുടല ഭസ്മമാണ് അതിൻ്റെ ആ പവർ ഉള്ളതുകൊണ്ടാണ് അവരത് ശരീരമാസകലം അത് പൂശി നടക്കുന്നത്. ഹിമാലയത്തിൽ നിന്നും വനാന്തരങ്ങളിൽ നിന്നും എല്ലാം ഈ കുംഭമേളയുടെ ഭാഗമാകാൻ വേണ്ടി ഇവർ എത്തുകയും അതിനുശേഷം അവർ തിരിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. കണ്ടിട്ടില്ല, അറിയാൻ സാധിച്ചത്.
എന്താണ് ഭാരതം, നമ്മുടെ സംസ്കാരം എന്താണ് എന്നറിയണമെങ്കിൽ പ്രയാഗിലെത്തി ആ കുംഭമേളയിൽ പങ്കെടുത്താൽ മതിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് ഓരോ ടെമ്പററി ടൗൺസ് ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവരിതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ IITകളിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികളും അതേപോലെയുള്ള ശാസ്ത്രജ്ഞരും എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിനെപ്പറ്റി പഠിക്കാൻ, എങ്ങനെയാണ് ഇവരിത് മാനേജ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കുംഭമേള മഹാശിവരാത്രി നാളിൽ പരിസമാപ്തി കുറിക്കുകയാണെന്നാണ്. അതിനാൽ കഴിയുന്നതും പോകാൻ സാധിക്കുന്നവരെല്ലാം ഈ കുംഭമേളയിൽ ഭാഗമാവുക. അല്ലാത്തവർ ഇനി വരുന്ന അർദ്ധകുംഭമേളയിലോ പൂർണ്ണകുംഭത്തിലോ പോകാൻ സാധിക്കട്ടെ എന്ന് സാക്ഷാൽ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. കുംഭമേളയിൽ നമ്മുടെ കേരളത്തിൽ നിന്നും മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ സന്യാസി സമൂഹം വളരെ നല്ല പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ മറ്റ് സന്യാസി സമൂഹങ്ങളെല്ലാം അവിടെയുണ്ട്. അവർ എല്ലാം തന്നെ കുംഭമേളയിൽ വരുന്ന ഭക്തർക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ പറയാതെ ഇരിക്കാൻ പറ്റില്ല. അവിടെ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ എത്തുന്നവർക്ക് സൗജന്യ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അമൃതാനന്ദമയി മഠത്തിൻ്റെ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഭജനയും സത്സംഗവും മെഡിറ്റേഷൻ, വേദജപം മുതലായ ഒരു ഭക്ത അന്തരീക്ഷമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റ് സന്യാസി സമൂഹങ്ങളും കേരളത്തിൽ നിന്നും പ്രയാഗിൽ മഹാകുംഭമേളയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതേപോലെ ഫെബ്രുവരി 13 ആരംഭിച്ച് ഫെബ്രുവരി 26 മഹാശിവരാത്രി നാളിൽ പരിസമാപ്തി കുറിക്കുകയാണ്. പറ്റുന്നവരെല്ലാം മഹാകുംഭമേളയിൽ ഭാഗമാകുക എന്നേ പറയാനുള്ളൂ. ഇത്രയും നേരവും ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ വളരെ ചെറുതാണ്. അത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കാണാതിരിക്കില്ല. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിൻ്റെ ചെറിയ എന്നെ പോലെ അറിയാത്ത ആളുകൾ കാണും. അവർക്ക് ഉപയോഗപ്രദമാകട്ടെ എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. എല്ലാവരോടും ഒരിക്കൽ കൂടി ശിവ ശിവ മഹേശ ശംഭോ ശ്രീനീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ. ശിവ ശിവ മഹേശ ശംഭോ ശ്രീനീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നേ. ശിവനല്ലാതെ എല്ലാരും ശിവനെയോർക്കിനെല്ലാരും, ശിവനല്ലാതെ എല്ലാരും ശിവനെയോർക്കിനെല്ലാരും. ശശികലാധര പശുപതി ഹിമഗിരിജനായക കരുണ സിന്ധു, ശശികലാധര പശുപതി ഹിമഗിരിജനായക കരുണ സിന്ധു. ശിവ ശിവ മഹേശ ശംഭോ ശ്രീനീലകണ്ഠ ശിവപാദം വണങ്ങിടുന്നു.